ഗ്ലോറി ടു ഗോഡ്. അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം. പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ദൈവവചനം കേൾക്കുവാൻ ജീവൻ പകരുന്ന, ശക്തി പകരുന്ന, പ്രത്യാശയും പ്രതീക്ഷയും പകരുന്ന ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ ഈ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ ആഴമായി ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ ജീവനെ വിലയ്ക്ക് വാങ്ങാൻ ഈ ഭൂമിയിൽ ധനം പോലെ. കാരണം ഈ ജീവൻ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഈ ജീവൻ ദൈവത്തിൻ്റെതാണ്. ഈ ജീവൻ കർത്താവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് പിശാചിന് അപഹരിക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിന്റെ ജീവൻ മാത്രമാണ്. ഈ ഭൂമിയിൽ ഒത്തിരി കുറവുകളുള്ള മനുഷ്യർ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനി ഉണ്ടായേക്കാം. കർത്താവിന്റെ വരവ് വരെയും ഒത്തിരി കുറവുകളുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകും. എന്നാൽ അവർക്ക് വേല ചെയ്ത് അവരുടെ കുറവുകൾ നികത്താനും അവരുടെ ബാധ്യതകൾ തീർക്കാനും കഴിയുമെങ്കിൽ അവർക്കൊന്നു മാത്രമേ ഈ ഭൂമിയിൽ കഴിയാറൂ. അതായത് അവർക്ക് ആത്മീയ പുരോഗതിയിൽ, ആത്മീയ അഭിവൃദ്ധിയിൽ, ആത്മീയ ജീവനിൽ ഒരു കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, ആത്മീയ കാര്യങ്ങളിൽ അവർക്കൊരു കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ വേല ചെയ്താൽ അത് നിറയ്ക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് കടം വാങ്ങിയാൽ അവർക്ക് നിറയ്ക്കാൻ പറ്റത്തില്ല. ഒരു അഭിഷിക്തന്റെ കീഴിൽ പോയി പ്രാർത്ഥിക്കാനിരുന്നാൽ അവർക്കത് നിറയ്ക്കാൻ പറ്റത്തില്ല. അവർക്ക് പ്രാർത്ഥന സ്വീകരിക്കാം, പക്ഷെ നിറയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ കിണറിൽ നിന്ന് കോരിയാൽ അവർക്ക് നിറയ്ക്കാൻ കഴിയത്തില്ല. പിന്നെ എന്താണ് എന്റെ ജീവിതത്തിൽ ഒരാത്മീയ പുരോഗതിയിൽ എനിക്കൊരു വീഴ്ച സംഭവിച്ചു, ഒരാത്മീയ വളർച്ചയിൽ എനിക്കൊരു വീഴ്ച സംഭവിച്ചു, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എനിക്കൊരു വീഴ്ച സംഭവിച്ചു, ക്രിസ്തുവുമായിട്ടുള്ള ആ സഹകരണത്തിൽ ഇപ്പോൾ എനിക്കൊരു കുറവ് വന്നിരിക്കുന്നു, അവരാത്മീയ ജീവന്റെ അനുഭവത്തിൽ എനിക്കൊരു കുറവ് വന്നിരിക്കുന്നു, ഒരു ശൂന്യത എന്റെ അന്തർഭാഗങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നു, ഒരു വരൾച്ച പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ചെയ്യുക? എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാം, അല്ലെങ്കിൽ എന്റെ ആ ഒരു ഘട്ടത്തെ ജയിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? എന്റെ ജോലി കൊണ്ട് സാധിക്കത്തില്ല, കടം വാങ്ങൽ കൊണ്ട് സാധിക്കത്തില്ല, ബന്ധങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല, ഞങ്ങളുടെ സഭാ പാസ്റ്ററെ കൊണ്ട് സാധിക്കത്തില്ല, ഒന്നും സാധിക്കത്തില്ല. എന്താ ചെയ്യാൻ സാധിക്കുക? സറണ്ടർ ആകുക. നിങ്ങൾക്ക് വ്യക്തിപരമായി മാത്രമേ, ദൈവത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ കുറവ് പരിഹരിക്കാൻ കഴിയൂ. ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് നികത്താൻ കഴിയാത്ത, എന്നാൽ നിങ്ങൾ തിരിച്ചറിയുന്ന ആ കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ചെയ്തിട്ടും, എത്ര മെസ്സേജ് കേട്ടിട്ടും, എത്ര പ്രവചന ശബ്ദം കേട്ടിട്ടും ആ സമയത്തേക്കല്ലാതെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും മെസ്സേജുമായിട്ടാണ് ബന്ധം, നിങ്ങളും ദൈവദാസനുമായിട്ടാണ്. ഞാൻ പറയുന്നു, നിങ്ങളും മെസ്സേജുമായി ബന്ധമുണ്ടായിരിക്കുന്നത് പോലെ തന്നെ, നിങ്ങളും ദൈവദാസനുമായി ബന്ധമുണ്ടായിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, നിങ്ങളും ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കും. നിങ്ങളും യേശുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കും. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് നാം പൊതുവെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ. പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്തായാലും കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസ്തു എന്ന് കേട്ടാൽ നമ്മുടെ ഞരമ്പിൽ ചോര തിളയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പം, കാര്യമായിട്ട് എന്തോ കുഴപ്പം. കാരണം ഈ കേരളത്തിൽ എനിക്ക് വേണ്ടി ജീവൻ തന്നതും എന്റെ യേശുമാണ്, എനിക്ക് വേണ്ടി രക്തം തന്നതും എന്റെ യേശുമാണ്. അതുകൊണ്ടാണ് ഈ റെക്കോർഡിങ്ങിന് മുന്നേ ഞാൻ ആ നാമം പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞതും എന്റെ ഹൃദയം വിങ്ങിയത്. എനിക്കതിനകത്ത് ലജ്ജയില്ല, എനിക്കതിനകത്ത് നാണക്കേടില്ല. എന്തിനാ സഹോദരങ്ങളെ, ഡോക്ടറുടെ മുമ്പേ പോയി കരയുന്നതിനേക്കാൾ, മനുഷ്യരുടെ മുമ്പേ പോയി കരയുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരുടെ മുമ്പിൽ പോയി കരയുന്നതിനേക്കാൾ, കൂട്ടുകാരുടെ മുമ്പിൽ പോയി കരയുന്നതിനേക്കാളും ക്രിസ്തുവിന്റെ മുമ്പിൽ കരയുന്നതിന് ലജ്ജിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കരഞ്ഞത് ഒരിക്കലും എന്റെ കടവാര ഓർത്തോണ്ട, കടവാര ഇല്ലാഞ്ഞിട്ടുമല്ല.
ഞാൻ ഓർത്തത് ഞാൻ കരഞ്ഞതൊരിക്കലും എന്റെ കുറവുകൾ ഓർത്തോണ്ടല്ല, കുറവുകൾ ഇല്ലാഞ്ഞിട്ടുവാൻ. ഞാൻ ഓർത്തത് ഒന്നും എന്റെ ലൈഫിലെ കാര്യങ്ങൾ, എന്റെ പൊതുവായ കാര്യങ്ങൾ ഒന്നും ഓർത്തിട്ടല്ല. അതിനകത്തൊക്കെ ഇനിയും പൂർത്തീകരണങ്ങൾ വരാനുണ്ട്. ഞാൻ ഓർത്ത് എനിക്ക് സങ്കടം വന്നതും എനിക്ക് വേദന വന്നതും എന്റെ കണ്ണ് നിറഞ്ഞതും യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്ന വലിയ സത്യം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അറിഞ്ഞതുകൊണ്ടും അല്ല എനിക്ക് സങ്കടം വന്നേ. ഞാൻ എത്ര പ്രാവശ്യം ഇതിനെ തള്ളിപ്പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം ഈ മാർഗം വിട്ടുപോയി, ഞാൻ എത്ര പ്രാവശ്യം ഇതിനെ ഞാൻ ഒഴിവാക്കി കളഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം ഇതിനെ അവിശ്വസിച്ചു, ഞാൻ എത്ര പ്രാവശ്യം സ്വർഗത്തിലേക്ക് നോക്കി ക്രിസ്തുവിനെ പരിഹസിച്ചു, പഴിച്ചു. ഞാൻ എത്ര പ്രാവശ്യം ഈ മാർഗത്തെ ഞാൻ തള്ളിപ്പറഞ്ഞു. വേണ്ടെനിക്ക് ഉരിഞ്ഞ് ഞാൻ കളയുകയാണ് എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഞാൻ കളഞ്ഞു. ഞാൻ ഉരിഞ്ഞു കളഞ്ഞതിനെ ഞാൻ വീണ്ടും എടുത്തുടുത്തു. ഞാൻ ഛർദിച്ചതിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു ചെന്നു. എന്നിട്ടും എന്റെ പുറകെ വന്ന് ആ സ്നേഹത്തെ റിവീല് ചെയ്ത, എന്റെ പുറകെ വന്ന് ആ സ്നേഹത്തെ എനിക്ക് പ്രൂവ് ചെയ്തു തന്ന ഏക സത്യ ദൈവം, ഞാൻ പിരിഞ്ഞിട്ടും വാളെടുത്ത് എന്നെ വെട്ടാത്ത, ഞാൻ പിരിഞ്ഞിട്ടും എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാത്ത, ഞാൻ പിരിഞ്ഞിട്ടും എന്നെ ഭയപ്പെടുത്തുന്ന രൂപം കാണിക്കാത്ത ഏക സത്യ ദൈവം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, ആ ശബ്ദം എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ലെങ്കിലും, ആ സാന്നിധ്യം കൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുന്ന ഏക സത്യദൈവം എന്റെ യേശുക്രിസ്തു മാത്രം. നീ കണ്ണുകൊണ്ട് കണ്ടിട്ടാണോടാ വിശ്വസിക്കുന്നേ? അല്ല. നീ കാതുകൊണ്ട് കേട്ടിട്ടാണോടാ വിശ്വസിക്കുന്നേ? യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ട്. പിന്നെ നീ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? ഏറ്റവും വലിയ അടിസ്ഥാനം ഈ പുസ്തകത്തിലൂടെ എന്നോട് സംസാരിച്ചു എന്നോ, അതാർക്കും എന്നെ തർക്കിക്കാൻ പറ്റും. ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ, ഇന്നലെ രാത്രി വരെ സംസാരിച്ചു എന്നുള്ളതാ. രണ്ടാമത്തെ അടിസ്ഥാനം ആ യേശുവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും. എന്റെ അനുഭവത്തെ ആർക്കും സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അല്ലാതെ US നിന്ന് പണം വന്നിട്ടല്ല ഈ മാർഗം വിശ്വസിക്കുന്നു. അല്ലാതെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ചുമ്മാ അക്കൗണ്ടിലേക്ക് തട്ടുന്നോണ്ടല്ല. പിന്നെ കമ്മട്ട ഇരിക്കുന്ന അവരെ വീട്ടിലാണ്. ദൈവത്തെ ഓർത്ത്, ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവന്റെ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുക. നിങ്ങളും നിങ്ങളുടെ തലമുറകളോളം അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായി. പെന്തക്കോസ് വിശ്വാസം എന്ന് പറയുന്നത് US പണം കണ്ടിട്ടുള്ള വിശ്വാസം. എന്തായാലും എന്റെ വിശ്വാസം അങ്ങനെ വ്യക്തമായി എന്റെ ശരീരം കൊണ്ടും എന്റെ ആത്മാവ് കൊണ്ടും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കും. ഞാൻ എന്റെ കാര്യം മാത്രം പറയും, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കും. അല്ലാതെ ഈ അച്ചായന്റെ കൂടെ കൂടിയാൽ എനിക്ക് എത്ര കിട്ടും, ആ അച്ചായന്റെ കൂടെ കൂടിയാൽ എനിക്ക് എത്ര കിട്ടും, പുള്ളിക്കാരനോട് കൂടി എനിക്ക് എത്ര കുറയും, അങ്ങനെയൊന്നും അല്ല. ശുശ്രൂഷ ജീവിതം ഞാൻ നയിക്കുന്നതും ഞാൻ എന്റെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ എന്റെ കാര്യങ്ങൾ നടത്തും, അതില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കും. അങ്ങനെ ആയിരിക്കണം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ആയിരിക്കണം യേശുവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ, പ്രൈസ്. അതുകൊണ്ട് ഈ വചനം കേൾക്കാനാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. ഈ സത്യം അറിയാനാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. നിങ്ങൾ ഈ മെസ്സേജ് എന്നെ കേട്ടോണ്ടിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി ആവശ്യങ്ങളും ഒത്തിരി ഉത്തരവാദിത്വങ്ങളും ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നു. വീണു പോകരുത്, പതറിപ്പോകരുത്, വിഷമിച്ചു പോകരുത്, വിട്ടിട്ടും പോകരുത്. നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഓർമ്മിക്കുന്നുവെങ്കിൽ ഒരു 10 മാസം മുന്നേയും ഇതുപോലത്തെ ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. 1 വർഷം മുമ്പേയും ഇതുപോലുള്ള ക്രൈസിസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. 1.5 വർഷം മുമ്പേയും ഇതിനേക്കാൾ വലിയ ബാധ്യതകൾ, ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായി. എങ്ങനെ നടക്കുമെന്ന് വരെ ചിന്തിച്ച ഘട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായി. പക്ഷേ നടന്നു പോയില്ലേ ആ കാര്യം, നടന്നു പോയില്ലേ ആ കാര്യം. കടമേടിച്ചിട്ടായിരിക്കാം,
വായ്പ മേടിച്ചിട്ടായിരിക്കാം, ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കാം, കൊണ്ടു തന്നതായിരിക്കാം, ലോൺ എടുത്തിട്ടായിരിക്കാം, കളഞ്ഞു കിട്ടിയതായിരിക്കാം, നിങ്ങൾ പോലും അറിയാതെ വന്നു ചേർന്നതായിരിക്കും. പക്ഷെ നടന്നുപോയില്ലേ കാര്യം? കടം മേടിച്ച ആരും നിങ്ങളുടെ തലയെടുക്കാൻ വീട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്നില്ലല്ലോ. ബാങ്ക് എടുത്ത ലോണിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് നിൽപ്പില്ലല്ലോ. ഇനിയിപ്പൊ ജപ്തി നോട്ടീസ് വന്ന് നിന്നാ പോലും നിങ്ങളുടെ വീട് ഈ സെക്കൻഡ് വരെ ജപ്തി ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം കാര്യം നടന്നില്ല, 10 മാസം മുന്നേ കാര്യം നടന്നില്ലേ, 1.5 വർഷം മുമ്പേ കാര്യം നടന്നില്ലേ? എങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഞ്ഞെ, വേരാണ് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുക. അതിന്റെ ശാഖകളിലേക്ക് അതിന്റെ ഫലം വെളിപ്പെടുക തന്നെ ചെയ്യും. വേര് വലിച്ചെടുത്തോടെ ഇലകളിലേക്ക് അത് എത്തണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിന്റെ സ്റ്റെമ്മിൽ വെച്ച് ചില പ്രോസസ്സ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അതിന്റെ ഇലകളിൽ വെച്ച് നടക്കുന്നത്. അത് വെയിലുമായി പ്രതിപ്രവർത്തിച്ചതിന് ശേഷമാണ് ആ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള കൺവേർഷൻ അതിനകത്ത് നടക്കുന്നതും. നിങ്ങൾക്ക് ഒരു പ്രതിപ്രവർത്തനം ആവശ്യമാണ്. ഈ പ്രതിപ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾക്കൊരു കൺവേർഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. സോ നമുക്ക് സൂര്യനുമായിട്ടല്ല ബന്ധം, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ച ദൈവവുമായിട്ടാണ് ബന്ധം. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ പ്രതിപ്രവർത്തനത്തിലൂടെ, ആ ദൈവവചനത്തോടുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ, ദൈവ സാന്നിധ്യത്തോടുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ കൺവേർഷൻ. ഹല്ലേലൂയ. ആ കൺവേർഷനിലൂടെയാണ് സഹോദരങ്ങളെ നിങ്ങളാകുന്ന ഇല പച്ചപ്പുള്ളതായി തോന്നും, നിങ്ങളുടെ പുഷ്പങ്ങൾക്ക് ഭംഗിയേറുന്നത്. നിങ്ങളുടെ പുഷ്പങ്ങളുടെ വലിപ്പക്കുറവും നിശ്ചയിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ആ സാന്നിധ്യവുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകലിലും ആ വചനമാണ് ദൈവം നിങ്ങളെ കേൾപ്പിക്കാൻ ഈ യൂട്യൂബിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുന്നത്, ഈ സൂമിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് എന്തോ നിങ്ങളിൽ ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടക്കും സൂം പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒപ്പം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സദാ സന്നദ്ധരാണ്. പ്രെയർ ലൈൻ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഈ ലിങ്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും. ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു വ്യക്തി ആയിരിക്കണമെങ്കിൽ നിങ്ങൾ വചനവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും. വചനവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു റോങ് മൂവ്മെന്റ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഇൻഡിക്കേഷൻ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് റോങ് ആണ്, അത് തെറ്റായ വഴിയാണ്, അധികം ദൂരം അതിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതിന്റെ മുന്നിൽ വലിയ അഗാധ ഗർത്തമാണ്. അതുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു പോയിക്കൊള്ളുക എന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ ലഭിക്കും. സുവചനവുമായും ക്രിസ്തുവുമായും ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം ഇന്നലെ നാം ചിന്തിച്ചു വെച്ച വചനമായിരുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാൻ ഒന്നും കൂടെ വായിക്കും. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായി: ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടി. സഹോദരങ്ങളെ, നിങ്ങൾ ഈ എണ്ണം ഒന്നെടുക്കുക. ഈ എണ്ണം ഒന്നെടുക്കുമ്പോ ശീമോൻ പത്രോസ് ഉണ്ട്, ദിദിമോസ് ഉണ്ട്, തോമസ് ഉണ്ട്, ഗലീലയിലുള്ള കാനായിലെ നഥനയേലുണ്ട്, സെബദി മക്കളുണ്ട്, അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരുണ്ട്. ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സ്ഥലം, ഒരു പൂർണ്ണത കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ വായിച്ചിട്ട് എനിക്കൊരു പൂർണ്ണത തോന്നുന്നില്ല. ഇത്രയും പേരുണ്ട്. ഒരാൾ പിണങ്ങിയാലും മറ്റൊരാളുണ്ട് മിണ്ടാൻ. ഒരാൾ ഊമനായി പോയാലും ബാക്കി വ്യക്തികളുണ്ട് സംസാരിക്കുന്നവരായി. ഒരാൾ തമാശ പറഞ്ഞില്ലെങ്കിൽ അടുത്തൊരാൾ തമാശ പറയാൻ, ഒരാൾ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ അടുത്തൊരാൾ ആശ്വസിപ്പിക്കാറുണ്ട്, ഒരാൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്തൊരാൾ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇത്രയും പേരുണ്ട്. എങ്ങനെയൊക്കെ നാം കാൽക്കുലേറ്റ് ചെയ്താലും ഇത്രയും എണ്ണം ആൾക്കാരുണ്ട്.
എന്നാൽ നിങ്ങൾക്കൊരു പൂർണ്ണത തോന്നുന്നുണ്ടോ? ഞാൻ ഈ വചനം വായിച്ചു, വചനം പൂർണ്ണതയുള്ളതാ. ഞാൻ പറയുന്ന ഈ കൗണ്ടിൽ നിങ്ങൾക്കൊരു പൂർണ്ണത തോന്നുന്നു, ഈ വ്യക്തികളിൽ നിങ്ങൾക്കൊരു പൂർണ്ണത തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ശീമോൻ പത്രോസും എന്റെ യേശുവും മാത്രം മതിയായിരുന്നു ഞാനത് പൂർണ്ണതയാണ്. പക്ഷെ ഇവിടെ ഇത്രയും ജനങ്ങൾ ഉണ്ടെങ്കിലും, ഇത്രയും ശിഷ്യന്മാർ ഇവിടെ ഉണ്ടെങ്കിലും എന്റെ യേശു ക്രിസ്തു ഇക്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളൊരു വലിയ അപൂർണത ഈ വചനത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയും. ഈ വചനത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, യേശു ക്രിസ്തു ഇക്കൂട്ടത്തിൽ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഇതിനകത്ത് കാണാൻ കഴിയും. ഈ അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു ഇല്ലാത്തതിന്റെ എല്ലാ കുറവും കാണാൻ കഴിയും. ഇനി ഇതേ അധ്യായത്തിന്റെ അകത്ത് യേശു ക്രിസ്തു വന്ന് ജോയിൻ ചെയ്യുമ്പോഴുള്ള ബ്ലെസ്സിങ്സും കാണാൻ. ആദ്യത്തെ 3 അധ്യായങ്ങൾ നിരാശപ്പെടുത്തുന്ന ഒരു അധ്യായമാണെങ്കിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ നിരാശപ്പെടുത്തുന്ന വാക്യമാണെങ്കിൽ, ഒരു ആശയ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിരാശപ്പെടുത്തുന്ന വാക്യം എന്ന് പറഞ്ഞത് ബൈബിൾ നിരാശയുടെ പുസ്തകം. എല്ലാം ചേർത്ത് പറയണോ? കാരണം എവിടെ ഏത് പോയിന്റ് എടുത്താണ് ചോദ്യം വരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ആദ്യത്തെ 3 വാക്യങ്ങൾ നിരാശപ്പെടുത്തുന്ന വാക്യമാണെങ്കിൽ 4ാമത്തെ വാക്യം മുതൽ പ്രതീക്ഷ നൽകുന്ന വാക്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആദ്യത്തെ 3 വാക്യങ്ങൾ നിരാശപ്പെടുത്തുന്ന വാക്യമാണെങ്കിൽ 4ാമത്തെ വാക്യം മുതൽ പ്രതീക്ഷ നൽകുന്ന വാക്യം. ആദ്യത്തെ 3 ദിവസങ്ങൾ നിരാശ നൽകിയ ഒരു കല്ലറയുടെ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 4ാമത്തെ പ്രഭാതം എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുടെ ഒരു പ്രഭാതമാണ്. എന്റെ യേശുവിന്റെ മരണം, അടക്കം, കല്ലറയിലുള്ള വിശ്രമം, 3ാം നാളുള്ള ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ 4ാം ദിവസം എന്റെ യേശു ലൈവാണ്. എന്റെ യേശു ലൈവാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഈ കല്ലറയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് കർത്താവ് എന്നോട് പറയുന്ന കാര്യം, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ ഡെസിഗ്നേഷനെ കുറിച്ചും പൊസിഷനെ കുറിച്ചും അവന്റെ എന്തെങ്കിലും പറഞ്ഞാൽ വിലയുണ്ട്, പവറുണ്ട്. ഞാനൊരു IG ആന്ന് വെക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പ്രസിഡന്റാന്ന് വെക്കുക. ഇന്ത്യൻ പ്രസിഡന്റായി ഞാൻ തുടരുന്ന കാലയളവിൽ എന്റെ പേര് നിങ്ങൾ എവിടെ പറഞ്ഞാലും വിലയാ, ഭയമാ. ഇന്ത്യൻ പ്രസിഡന്റ്. ഇനി ഞാൻ ആ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ എന്റെ പേര് പറഞ്ഞാൽ വിലയാ. നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ഓപ്പണിങ്, നിങ്ങൾക്ക് 7 സ്റ്റാർ വെൽക്കം ആയിരിക്കും ആ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ. മനുഷ്യനെ സംബന്ധിച്ച് ഇരുന്ന് മരിച്ചു എന്ന് വെച്ചോ, ഒരു വ്യക്തി ഇരുന്ന് മരിച്ചു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഒരു വ്യക്തി ഇരുന്ന് മരിച്ചു എന്ന് വെച്ചു, ആളില്ല. ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചല്ല പറയുന്നത്, ഞാനൊരു ആശയം മാത്രം കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി ആ കസേരയിൽ ഇരുന്ന് തന്നെ മരിച്ചു എന്ന് വെച്ചോ, നിങ്ങൾ ആ പുള്ളിയുടെ പേര് പറഞ്ഞാൽ ഏതെങ്കിലും ഡോറ് തുറക്കും? പുള്ളി ആയിരുന്നല്ലോ, പുള്ളി ഇപ്പൊ ഇല്ലല്ലോ. പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലെറ്റർ പാഡോ അദ്ദേഹത്തിന്റെ ഒരു റെക്കമെൻഡേഷനോ കൊണ്ടേ നമുക്ക് നോക്കായിരുന്നു. സോറി, ഇപ്പോ നമുക്ക് നിലവിൽ നമുക്ക് അതിന് സ്കോപ്പ് ഇല്ല, കാരണം പുള്ളി ഇരുന്ന് മരിച്ചു പോയല്ലോ. ഇനി മരിച്ച ഇദ്ദേഹത്തിന്റെ വർഷം പറഞ്ഞ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. പുള്ളിയുടെ കല്ലറ ചൂണ്ടിക്കാണിച്ച വല്ല സാധ്യതയുണ്ടോ? ഇല്ല. പുള്ളിയുടെ കല്ലറയെ കുറിച്ച് പറഞ്ഞ വല്ല ഗുണമുണ്ടോ? ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, യേശു എന്ന് പറഞ്ഞാലും പൈശാചിക മണ്ഡലത്തിന് പേടിയാണ്, യേശുവിന്റെ കല്ലറ എന്ന് പറഞ്ഞാലും പൈശാചിക മണ്ഡലത്തിന് പേടിയാണ്, യേശു ചെയ്തുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞാലും പൈശാചിക മണ്ഡലത്തിന് പേടിയാണ്, യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പേടിയാണ്, അവനെ അടിച്ചു എന്ന് പറഞ്ഞാൽ പേടിയാണ്, അടിയിലൂടെ ഏറ്റ മുറിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അവന് പേടിയാണ്, അതിലൂടെ ഒഴുകിയ രക്തം എന്ന് പറഞ്ഞാൽ അവന് പേടിയാണ്, കല്ലറ തുറന്നു എന്ന് പറഞ്ഞാൽ പേടിയാണ്, അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പേടിയാണ്, ക്രൂശിൽ ആരോഗ്യത്തിലായി എന്ന് പറഞ്ഞാൽ പേടിയാണ്, മൂന്നാണികളിൽ തൂങ്ങി എന്ന് പറഞ്ഞാൽ പേടിയാണ്.
ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ പേടിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പേടിയാണ്. കല്ലറ തുറന്നു എന്ന് പറഞ്ഞാൽ പേടിയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പേടിയാണ്. മരണപാശങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് പേടിയാണ്. അതിനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ അവന് പേടിയാണ്. എന്താ പേടിയില്ല? എന്തൊരു വ്യത്യാസം! എന്നെയും താങ്കളെയും പോലുള്ള ഒരു മനുഷ്യൻ, ചോരയും നീരും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, 33 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ, 33.5 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ. എന്താ വ്യത്യാസം അല്ലേ? എന്നാ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലായിരുന്നു. കിംസ് ഹോസ്പിറ്റലിലല്ല ജനിച്ചേ, കാലിത്തൊഴുത്തിനകത്ത്. റോഡരികിലാ ജനിച്ചേ, വഴിയരികി ജനിച്ചു, എടുത്ത് കാലിത്തൊഴുത്തിലേക്ക് കിടത്തി. കിംസിലല്ല ജനിച്ചു. അവൻ ജനിച്ചു എന്ന് പറയുന്നത് പേടി. ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ പറയുന്നേ. ആ കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നത് പേടിയാ. പറഞ്ഞു നോക്കാം, അന്നേരം അറിയും. പക്ഷെ ഗ്രഹിക്കണം ആരാ ജനിച്ചേ, ഇതാര് ജനിച്ചു എന്നാ പറയുന്നതെന്ന് ഗ്രഹിക്കണം. നോവല് വായിക്കുന്ന പോലെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞത് ഒരു കാര്യം, ഗ്രഹിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വലിയ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ ലൈഫ്. ഇപ്പൊ മനസ്സിലാവും എനിക്ക് യേശു എന്ന് കേട്ട തിളയ്ക്കുന്നതിന്റെ കാര്യം. യേശു എന്ന് കേട്ടാലും എനിക്ക് തിളയ്ക്കും. ഈ നാമം പറഞ്ഞുകൊണ്ട് വേണ്ടാതീനെ കാണിച്ചാലും എനിക്ക് തിളയ്ക്കും. അങ്ങനെയുള്ളവരോടാണ് ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്നത്. പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതികരിക്കുക തന്നെ ചെയ്യും. യേശു ഊമനൊന്നും അല്ലായിരുന്നല്ലോ. പള്ളിക്കകത്ത് ആവാസം കാണിച്ചപ്പോ യേശു എന്താ ചെയ്തേ? വെറുതെ ഇരുന്ന് സ്തോത്രം പറഞ്ഞു? ഇല്ല. എവിടെ വടിയെന്ന് നോക്കി. ഇല്ലെങ്കിൽ കർത്താവ് മുരുക്കിന്റെ കമ്പ് വെട്ടിക്കൊണ്ടൊന്ന് അടിക്കും. മര്യാദയ്ക്ക് ചൊവ്വേ നേരെ ഈ വിശ്വാസത്തിനും ഈ സമൂഹത്തിനും കേടുവരുത്താത്ത രീതിയിൽ ജീവിക്കണം. സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ഈ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് എന്നൊരു വാക്ക് പറഞ്ഞ് തീരണ്ട, അതിനിടയ്ക്ക് ആക്ഷേപിച്ച് തള്ളുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പെന്തക്കോസ്തുകാർക്ക് മാത്രമാണ്. ഞാൻ ഉൾപ്പെടുന്ന കാര്യം പറയുന്നത്, എന്നെ മാറ്റി നിർത്തിയല്ല പറയും. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം, എന്റെ എത്രയോ വർത്തമാനങ്ങൾ, എന്റെ എത്രയോ പ്രവർത്തനങ്ങൾ, എന്റെ എത്രയോ ആറ്റിറ്റ്യൂഡുകൾ, എന്റെ എത്രയോ പ്രതികരണങ്ങൾ ഈ സമൂഹത്തിന് ആക്ഷേപം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു വിജാതീയനായ ഒരു വ്യക്തി എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതികരണമായിരിക്കണമായിരുന്നില്ല. സോ ഇവനും ഒരു പെന്തക്കോസ്തുകാരൻ, ഇവനാണോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തി? ഇവനേക്കാൾ എത്രയോ നാമധേയ ക്രിസ്ത്യാനികൾ എത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ പറ, യേശു അവരെ ശിക്ഷിക്കോ, ഈ മാർഗം പറഞ്ഞ എന്നെ ശിക്ഷിക്കും? ചിന്തിക്കണം സഹോദരങ്ങൾ. ഞാൻ ഇവിടുന്ന് നേരെ കാടും കൊണ്ട് മേളിൽ ചെന്നിട്ട് പെന്തക്കോസിലായിരുന്നു, ഇന്ന സഭയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അവിടെ എൻട്രി കിട്ടാനൊന്നും പോകും. ഞാൻ പറയും, നാമധേയ ക്രിസ്ത്യാനി ആദ്യം സ്വർഗസ്ഥനകത്ത് കടക്കും. ഇവിടെ ഞാനും നിങ്ങളും പറയുന്ന നിയമങ്ങളല്ല സത്യത്തിൽ സ്വർഗീയ നിയമങ്ങൾ എന്ന് പറയും. അതിതുവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എനിക്ക് തന്നേക്കുന്ന ദർശനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ഈ എൻട്രിക്ക് സ്കോപ്പ് ഇല്ലാത്തത് നമ്മുടെ കൂട്ടക്കാർക്കായിരിക്കും. സത്യമായിട്ടും അന്ത്യനാഴിക എന്ന് ഞാൻ വീണ്ടും പറയുന്നു, അഴിച്ചു പണിയേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് പാരമ്പര്യം പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ട. ഇതിനകത്ത് ഒന്നും കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിന്റെ പഠിപ്പിക്കൽ നിങ്ങൾ എന്താകണമെന്നേ യേശു പഠിപ്പിച്ചിട്ടുള്ളൂ എന്നറിയാമോ? ഒരു മനുഷ്യനാകണമെന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതെന്നെ കാര്യം എന്നറിയാവോ? മൃഗതുല്യമായി ജീവിക്കുന്നു. എന്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന നായോട് ഇംഗ്ലീഷ് പറഞ്ഞാലും അതിന് മനസ്സിലാകത്തില്ല, മറാഠി പറഞ്ഞാലും മനസ്സിലാകത്തില്ല, മലയാളം പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അതിനാകെ 2 കാര്യം അറിയാം. ഒന്ന് അതിന്റെ പേര്, 2 ഖാന കഴിക്കുക. ഈ 2 കാര്യം അറിയാം. ഇതേ അവസ്ഥയാണ് മനുഷ്യന്റെ. കഴിക്കുകയും പേര്, ഇത് 2 മാത്രമാണ്. വേറൊന്നും അവർക്കറിയില്ല. വേറെ വികാരം ഇല്ല അവർക്ക്. സ്നേഹം എന്ന വികാരമില്ല, അനുസരണ എന്ന വികാരമില്ല, വിശുദ്ധി എന്ന വികാരമില്ല,
സിമ്പതിയില്ല, സഹതാപമില്ല, കരുണയില്ല, വിശ്വസ്തതയില്ല, ഇന്ദ്രിയ ജയമില്ല, ഒന്നുമില്ല. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, ഒരു ദിവസത്തേക്ക് നിർത്തേണ്ട കാര്യമല്ല, എല്ലാ ദിവസവും നിർത്തേണ്ട. താങ്ക് യു ജീസസ്. എന്നാൽ കർത്താവ് നമ്മോട് പറഞ്ഞത് മനുഷ്യരായിട്ട് ജീവിക്കാനെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു സൂപ്പർമാനായിട്ടല്ല ഇവിടെ പറന്നു നടന്നു, ആണോ? അല്ല. യേശു സൂപ്പർമാനായിട്ട് പറന്നു നടക്കുമായിരുന്നു? അല്ല. മനുഷ്യനായിട്ട് ജീവിച്ചു. അതുകൊണ്ടാ സഹോദരൻ നഷ്ടപ്പെട്ടിരുന്ന മാർത്ത മറിയ വീട്ടിലേക്ക് യേശു പോയെ. ഇനി അവരുടെ വിശ്വാസം ഹേതുവായിട്ടാണ് അവിടുന്ന് ഉയർപ്പിക്കലും നാം പറയും. സഹോദരൻ, ഈ കൂട്ടം ഞാൻ ഈ വായിച്ച ഈ കൂട്ടം പൂർണ്ണതയുള്ളതാണ്? അല്ല. യേശു ഇല്ലാത്തതൊന്നും പൂർണ്ണതയുള്ളതല്ല. എത്രയൊക്കെ നിങ്ങൾ വാദിച്ചാൽ യേശു ഇല്ലാത്തതൊന്നും പൂർണ്ണതയുള്ളതല്ല. യേശു ഇല്ലാതെ എന്തിനെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിനോട് കൂടെ തുടങ്ങിയത് പൂർത്തീകരിക്കപ്പെടും. യേശുവിനോടുകൂടെ അവസാനിപ്പിക്കുന്നത് ജയിക്കപ്പെടും. യേശുവിനോടുകൂടെ നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കുന്നു. യേശുവിനോടുകൂടെ ആരംഭിച്ച പലരും ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങുവാണ്. അക്കൂട്ടരെ കുറിച്ചല്ല. യേശുവിനോടുകൂടെ എങ്ങാനും കൈതട്ടി ഈ യൂട്യൂബിന്റെ വീഡിയോ കേട്ട് അങ്ങുള്ളിൽ പ്രസാദം തോന്നി റീജോയിൻ ചെയ്തോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ തിരുത്തപ്പെട്ടോട്ടെ എന്ന് വെച്ച് പറഞ്ഞത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് സഹോദരൻ, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. നീ എന്താണ് പറയാത്തതെന്നും ചോദിക്കും കർത്താവ്. നീ എന്തിനാ പറഞ്ഞെന്നും ചോദിക്കും. ഈ രണ്ട് കാര്യവും കർത്താവ് ചോദിക്കും. ഇതിനിടയിലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റും. കർത്താവിനെ വേദനിപ്പിക്കുകയും ചെയ്യരുത്, കർത്താവിനെ നിരാശപ്പെടുത്തുകയും ചെയ്യരുതാത്ത രീതിയിലേ നമുക്ക് പറയാം. ഉപദേശം ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെയായി. അതിന് പുറത്ത് പോകത്തുമില്ല, അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വചനത്തിന് പുറത്തു പോകുന്നു, എനിക്ക് നല്ല കൺട്രോളാണ്. പക്ഷേ തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഏച്ചു കെട്ടിയ മുഴച്ചേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ, കേട്ടിട്ടില്ലേ? തേച്ച് കെട്ടിയ മുഴച്ചേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ തേച്ച് കെട്ടി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. തേച്ച് കെട്ടി പോകുന്നതിന്റെ കാര്യം ഏച്ചു കെട്ടുക എന്നും തേച്ച് കെട്ടുക എന്നും പറയും. നിങ്ങളുടെ അവിടെ എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏച്ച് കെട്ടിപ്പോകുന്നതിന്റെ അവസ്ഥയാണ് സത്യം. ഞാൻ പറയുന്നത്, ഈ ഒരു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തം. ആളെണ്ണം കൂടിപ്പോയതാ പ്രശ്നം. നല്ലത് 4 മതിയായിരുന്നു. ആത്മാവെന്ന പേരും ആത്മാവിന്റെ ഫലങ്ങൾ ഇല്ലാത്ത അവസ്ഥ. തിരുത്തപ്പെടണ സഹോദരൻ. ഈ പറയുന്ന കൂട്ടരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അത് ദുഃഖിക്കുന്നു എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വെച്ച് മറ്റൊരു വ്യക്തിക്ക് നേരെ ദൂഷണം പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വെച്ച് ആത്മാവിന് വിരോധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വെച്ച് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോ ഈ ആത്മാവ് ഉള്ളിൽ വേദനിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയ. ഈ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയുള്ളതാണ്. അല്ല, അമ്മയുണ്ട്, അപ്പനുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുജനങ്ങൾ, അപാലവൃദ്ധവും ഉണ്ട്. കുഞ്ഞെ, നിന്റെ ഫാമിലി പൂർണ്ണമാണോ? നീ പറ, പൂർണ്ണമാണോ? നിന്റെ ലൈഫ് പൂർണ്ണമാണോ? എനിക്ക് ചീഫ് മിനിസ്റ്ററെ അറിയാം, ജോയിന്റ് സെക്രട്ടറിയെ അറിയാം, ജനറൽ സെക്രട്ടറിയെ അറിയാം. ആ പാർട്ടിയും ഈ പാർട്ടിയുമായി ഭയങ്കര ബന്ധമാണ്. ആ മറ്റേ രാജ്യവുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഈ രാജ്യമായിട്ട് കണക്ഷൻ ഉണ്ട്, മറ്റേ മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇവിടെ എനിക്ക് ഷെയർ ഉണ്ട്. പറ, നിന്റെ ലൈഫ് പൂർണ്ണമാണോ? ഞാൻ എഴുതി വെച്ച് തരാം. അല്ല, നിന്റെ ലൈഫ് പൂർണ്ണമാണ്. എന്നാൽ HDFC ബാങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ട്, SBI ബാങ്കിൽ പേഴ്സണൽ ലോൺ ഉണ്ട്, മക്കൾ കെട്ടിക്കാൻ പ്രായമായിട്ട് നിൽക്കുന്നു, വീടിനകത്ത് അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള വരുമാനമൊക്കെ ഉള്ളൂ. പക്ഷെ എന്റെ ലൈഫിൽ യേശു ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നീയാ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു കാര്യം കൂടെ പറയാം, അങ്ങനെ അങ്ങ് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ മക്കളുടെ കല്യാണവും നടക്കും, നിന്റെ HDFC ബാങ്കിലെ ഹൗസിംഗ് ലോണും നീ ക്ലോസ് ചെയ്യും. കാരണം നീ കൈനീട്ടി മേടിച്ചതാ, ക്ലോസ് ചെയ്യും.
SBI ബാങ്കിലെ ലോണും നീ അടച്ചു, എന്നിട്ട് നീ ഈ ഭൂമി വിട്ടു പോകുന്നു. നിന്റെ മക്കളുടെ പേരക്കുട്ടികളെ കണ്ടേ നീ പോകും. കൈനീട്ടി മേടിച്ച കൊടുക്കണോ? ഞാൻ കൈനീട്ടി മേടിച്ചിട്ടുണ്ട്, കൊടുക്കാനും കൊടുത്തിട്ടേ പോകും. ആമേ, കൊടുക്കണം. ആരുടെയെങ്കിലും പൈസ കടം മേടിച്ചിട്ടുണ്ട്, കൊടുക്കണം കേട്ടോ, കൊടുക്കണം. ഇന്നെന്നുള്ളത് നാളെ ആയിപ്പോ. പറ്റിക്കൽ ഇന്നെന്നുള്ളത് നാളെ ആയിപ്പോ, നാളെ എന്നുള്ളത് ചിലപ്പോൾ അടുത്ത വർഷമായിപ്പോ. കൊടുക്കും. ഒന്നും നേടാൻ പറ്റത്തില്ല. അത് കൊടുക്കാണ്ടേ ഒന്നും നേടാൻ പറ്റത്തില്ല. ആരെയും തട്ടിച്ചു വെട്ടിച്ചു ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നേടിയതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര വിശ്വസം. യേശുക്രിസ്തു കരം കൊടുക്കാതിരുന്നില്ല. യേശുവിന് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. സാധാരണ മനുഷ്യർക്കുള്ള നിയമം എനിക്ക് അന്യമല്ലെന്ന് യേശു തന്നെ പഠിപ്പിക്കുന്ന പത്രോസിനെ. അതുകൊണ്ട് ഈ കാശ് കൊണ്ടുപോയി എനിക്കും നിനക്കുള്ളതും കൊടുത്ത് വീട്ടിൽ നിന്ന് യേശു കൊടുത്തേക്കുക. സഹോദരങ്ങളെ, ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തേക്കുക. മോളെ, സഹോദരി, സഹോദര, നമ്മൾ കൂട്ടി വെച്ചേക്കുന്നതൊന്നും നാളെ നമുക്കുള്ളതാണെന്ന് ഒരു ഉറപ്പും. ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും ചെയ്തേക്കുക. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിയും ചെയ്തേക്കുക. നിനക്ക് കുറഞ്ഞു പോകത്തില്ല. ആ ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ നിനക്ക് ഒരിക്കലും നഷ്ടമല്ല, കുറഞ്ഞു പോകത്തില്ല. നീ അതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആർക്കെങ്കിലും നിനക്കൊന്ന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തേക്കുക. നിനക്ക് കുറഞ്ഞു പോകത്തില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം, നിനക്കും കുറഞ്ഞു പോകത്തില്ല, നിന്റെ തലമുറക്കും കുറഞ്ഞു പോകും. എങ്ങനെയുണ്ട്? എവിടെ കിട്ടി ഇങ്ങനെ ഒരു സിസ്റ്റം? കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ അഷുർ ചെയ്യുന്നുണ്ടോ? മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും അഷുർ ചെയ്ത അതിനകത്തെ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ നോക്കിയാൽ പോലും കാണാത്ത ഒരു വാക്കും കൂടെ എഴുതിയേക്ക്, 2 സ്റ്റാർ ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എഴുതി വെച്ചേക്ക്. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റും. അതാ ലോകത്തിന്റെ ഷുവർട്ടി. എന്നാൽ എന്റെ അപ്പന്റെ ഷുവർട്ടി അങ്ങനല്ല. പിന്നെ ഇതുമായിട്ട് പകിട കളിയുമല്ല. 1 കൊടുത്താൽ 2, 10ന് 100, അങ്ങനത്തെ പകിട കളിയുമല്ല. ഇതൊന്നും സമ്പത്ത് ഉണ്ടാക്കേണ്ട മാർഗമല്ല. അതുകൊണ്ട് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാം മഹത്വം കർത്താവ്. ഇതിനകത്ത് ഇനി ഒന്നും കൂടെ പറഞ്ഞു തരാം, അത് പറഞ്ഞില്ല എന്ന് പറയരുത്. ഏറ്റവും അധികം സമ്പത്ത് വേണ്ടുന്ന ഒരു മാർഗവും സുവിശേഷ വേല തന്നെയാണ്. ഏറ്റവും അധികം ക്യാഷ് വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന എന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ, അത് സിസ്റ്ററിന്റെ ഡ്യൂട്ടി ആണോ എന്ന് എനിക്ക് അറിയില്ല. യെസ് ഉണ്ട്. മിനി സിസ്റ്റർ, മിനി ജിജി സിസ്റ്റർ കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ആ സിസ്റ്ററിന്റെ ആയുസ് കേട്ടിട്ടില്ലാത്ത മറുപടി ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. എന്ന് വെച്ചാൽ സുവിശേഷ വേല കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഞാൻ മിനി ജിജി സിസ്റ്ററിന് ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, എന്റെ ഈ പ്രായത്തിൽ ആശ വല്ലാത്ത വലിയ ആശയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു, എന്റെ കയ്യിൽ ധനം വന്നാൽ എന്ത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കും. ടപ്പേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഓരോന്നായിട്ട് ചെയ്യണം. ഞാൻ മാത്രം വീട് വെച്ച് താമസിച്ചാൽ മതിയോ? പറ. ഈ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളെ ആക്കിക്കോണം. ഞാൻ മാത്രം വീട് വെച്ച് താമസിച്ചാൽ മതിയോ? ഞാൻ മാത്രം അന്നം കഴിച്ചാൽ മതിയോ? എന്റെ മക്കളെ മാത്രം കെട്ടിച്ചു വിട്ടാൽ മതിയോ? എന്റെ അമ്മയപ്പന്മാരെ മാത്രം ഞാൻ നോക്കിയാൽ മതിയോ? പറ. അതാണോ ക്രിസ്ത്യാനിറ്റി? ഞാനങ്ങനല്ല മനസ്സിലാക്കിയത്. ആ 5-10 ദിവസത്തെ മീറ്റിംഗും കഴിഞ്ഞ് ആശീർവാദം പോലും പറയുന്നതിന് മുന്നേ ഗ്യാലറി വിട്ട് നേരെ സ്റ്റേജ് വിട്ട് നേരെ ഓടി പുറകെ പോയിരുന്ന് എന്റെ യേശു ഫുഡ് കഴിച്ചില്ല. യേശു മുന്നേ ഇരുന്ന ജനത്തിന്റെ വിശപ്പാതി എടുത്തു. അവർക്ക് എന്നാ കഴിക്കാനുണ്ടെന്ന് യേശു ചോദിച്ചു. കാരണം നീ എന്നാ കർത്താവ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആടാ, കാരണം ഈ ജനം ഇത്രയും ദിവസം എന്നോട് കൂടെ പാർത്തു. അവർ വിശന്ന് ഇവിടുന്ന് വിട്ടയക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലടാ. എന്നാ ഉണ്ട് അവർക്ക് കൊടുക്കാൻ? ഒന്നുമില്ല, പറഞ്ഞു വിട്ടാരെ പോകുന്ന വഴിക്ക് മേടിച്ച് കഴിച്ചോളൂ. അത് നിന്റെ ജോലി, അത് നിന്റെ ശീലം. എന്റെ ശീലം അതല്ല.
ഉള്ളതെടുക്ക. ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ എന്തോ യവത്തപ്പം ഉണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുപോവാ. നാഥന്റെ കയ്യിൽ കൊടുത്തു, വാഴ്ത്തി മക്കൾക്ക് കൊടുത്ത് മക്കൾ ഭക്ഷിച്ച് നിറയുന്നത് കണ്ട് നാഥന്റെ വിശപ്പടക്കി. ഇതല്ലേ അപ്പൻ? ഇതാണ് എന്റെ അപ്പൻ. ഇതാ എന്റെ അപ്പൻ. അല്ലാതെ മോൻ കഴിച്ചോ ഭാര്യ കഴിച്ചോ എന്ന് നോക്കാതെ സ്വന്തം കാര്യം മാത്രം തീർക്കുന്ന ആളല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കൊന്ന് കേട്ടോ. അതല്ല, ഭാര്യ കഴിച്ചോന്നും ചോദിക്കത്തില്ല, മക്കള് കഴിച്ചോന്നും ചോദിക്കത്തില്ല, എനിക്കുള്ള പ്ലേറ്റ് എന്തി. ഇത് ആ ആളല്ല. ആള് മാറി. മക്കള് കഴിക്കുന്നത് കണ്ട് തൃപ്തി അടഞ്ഞ ഒരപ്പൻ. ആ അപ്പന്റെ മോനല്ല, ആ അപ്പന്റെ മോനാണ്. ആ സ്വഭാവമേ എന്നിൽ ഉണ്ടാകാൻ പാടും. മറ്റൊരു സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. ഈ അപ്പന്റെ മോൻ ആയതുകൊണ്ട് തന്നെ മറ്റൊരു സ്വഭാവം എന്നിൽ നിന്ന് എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. അതിനാ അഭിഷേകം എന്നെ എത്തുന്നത്. അത് എഴുന്നേൽക്കുന്നു. എനിക്ക് മാത്രം വീട് മതി, എനിക്ക് മാത്രം 2 നില, ഇനി 2 നിലയുണ്ട്, 3ാമത്തെ നില എന്ന് പറയുന്ന മറ്റൊരു നിയമം എന്നിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് പഠിപ്പിച്ചു. അത് പൊങ്ങുന്നത് കണ്ടാലുടൻ ക്രൂശിലെ പണി ചെയ്തോണം. എന്താണെന്നറിയോ? സാത്താന്റെ തല അങ്ങ് ചവിട്ടി താഴ്ത്തി. എന്നിട്ട് നിനക്ക് 1 നിലയുണ്ട്, അല്ലെ 2 നിലയുണ്ട്, നിന്റെ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നീ 3, 4 നില വെക്കണം. അല്ലാതെ എല്ലാം കൂടെ ഒരു മുറിക്കകത്ത് കയറി കിടക്കാൻ പറ്റും. 3, 4 നില വെക്കണം. എന്നിട്ട് ഒരു വീടിന്റെ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ മോനെ അതൊരു വീടങ്ങ് വെച്ചു. നിന്റെ കാര്യം കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങൾ പെൻഡിങ് ഇട്ടിട്ടല്ല. ഇതാ ഞാൻ പഠിച്ചേ. ഇതിനാണ് ഞാൻ പറഞ്ഞ സുവിശേഷ വേലയ്ക്ക് പണം. അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങൾ നടത്താനല്ല, എനിക്ക് ഉലകം ചുറ്റി നടക്കും വാലിബനാകാനല്ല. സുവിശേഷ വേലയ്ക്ക് പണം. ഞാൻ നിങ്ങളെയും എന്റെ ഉള്ളിൽ തന്നേക്കുന്ന ദർശനം ഞാൻ കൈമാറും. ആദ്യഘട്ടങ്ങളിൽ വീടൊന്നും വെച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ 10 ചോറ് കൊടുക്കാൻ പറ്റും. ഇവിടെ പാസ്റ്ററെ ഇവിടെ ആർക്കും അന്നം വേണ്ട, ഇവിടെ റേഷനറി ഇഷ്ടം പോലും ഉണ്ട്. കുഞ്ഞെ, നിന്റെ വീട്ടിലാ റേഷനറി ഉള്ളത്. റേഷനറി ഇല്ലാത്ത വീട് ഞാൻ കാണിച്ചു തരാം. കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം രേഷ്മയോട് വന്ന് പറഞ്ഞു, ഞാന് ട്രിവാൻഡ്രം വഞ്ചിയൂർ ഭാഗത്ത് നിൽക്കുവായിരുന്നു. വഞ്ചിയൂർ ഭാഗത്ത് നിന്ന സമയം അത് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തോന്നിയിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. പക്ഷേ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു വിടാം. ഞാൻ മുഴുവനൊക്കെ പറയട്ടെ. നമ്മൾ ഇടം കൈ ചെയ്ത് വലം കൈ അറിയാൻ പാടില്ല. ഔട്ട്ലൈൻ പറഞ്ഞു വിടാം. ഒരു വ്യക്തി പാപ്പനകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അദ്ദേഹം പറഞ്ഞ കള്ളമാണോ സത്യമാണോ എനിക്കറിയാം, പക്ഷെ എന്റെ മുമ്പിൽ വന്ന ഒരു വ്യക്തിയെ മാത്രമേ എനിക്കറിയൂ. പാപ്പനകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് തളർന്ന് വഞ്ചിയൂര് വരെ വന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തോ കാശ് മേടിച്ചു. അത് മടക്കി ചോദിക്കാൻ വേണ്ടി പോയതാ. അമ്മ ഇപ്പൊ RCC പേഷ്യന്റ്. ആളുടെ കയ്യിൽ 5 പൈസ ഇല്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു വ്യക്തിയെ ഞാൻ കണ്ടു എന്റെ മുന്നിൽ വന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ ഞാൻ പാസ് ചെയ്ത് പോയി. ഞാൻ കണ്ടു, ഞാൻ നിഴല് പോലെ ഒരു വ്യക്തി എന്റെ അടുത്തൂടെ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ നിങ്ങളെ പാസ് ചെയ്ത് പോയതാ. പക്ഷെ മുമ്പോട്ട് പോയപ്പോ വീണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും എന്റെ ആവശ്യം നിങ്ങളോട് പറയണമെന്നും എനിക്ക് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയും, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളോട് കാശ് ചോദിക്കാൻ വന്നതല്ല. വരുന്ന വഴിക്ക് BP ലോ ആയി ഞാൻ വീണു. എനിക്ക് ഒരു ഉപ്പിട്ട് സോഡാ നാരങ്ങ മേടിച്ചത്. ഞാൻ പെട്ടെന്ന് സഡൻലി ഞാൻ ആ ബൈക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇദ്ദേഹം ഇനി ഒരു മദ്യപാനിയാണോ, ഇദ്ദേഹം മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല. അദ്ദേഹം എന്നോട് ഒന്നേ ചോദിച്ചുള്ളൂ, അദ്ദേഹത്തിന് ഉപ്പിട്ട് സോഡാ നാരങ്ങ. ഞാൻ നേരെ അദ്ദേഹത്തിന്റെ ആ ആവശ്യവും നടത്തി, അതിന്റെ അപ്പുറത്തെ ആവശ്യവും നടത്തിയ ഞാൻ ആ മനുഷ്യനെ ഏകദേശം ഒരു 2 മണിക്കൂർ ഞാൻ ആ മനുഷ്യനെ സ്പെൻഡ് ചെയ്തു. തീരെ എനിക്ക് സമയമില്ലാത്തൊരു സമയം, എന്നിട്ട് പോലും ഞാൻ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഇതാ അപ്പന്റെ ഗുണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പന്റെ ഗുണമായി എന്നിലുള്ള ആ അപ്പന്റെ ഗുണം കാണിക്കാൻ പാടില്ല. മനസ്സിലായി? ആ മനുഷ്യൻ എന്നോട് ചോദിച്ചതിനും അപ്പുറം ചെയ്യാൻ പരിശുദ്ധ ഇനി രാവിലെ അതിനുവേണ്ടി എന്നെ ഒരുക്കി എന്നുള്ളതാണ് കർത്താവ്. ആ മനുഷ്യൻ എന്റെ അടുത്ത് വരുമെന്ന് അറിയുന്ന ദൈവം എന്നെ അതിനായി എന്നിൽ അദ്ദേഹത്തിനുള്ളത് കരുതി എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് വേറൊരു സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്നും വിശപ്പുള്ള മനുഷ്യൻ ഇടം വലം എനിക്ക് ചുറ്റും നടന്നു പോകുന്നുണ്ട്. ഞാൻ കഴിച്ചേക്കുന്നുണ്ട് തിരിച്ചറിയാത്ത, ഞാൻ കഴിച്ചേ അത് ഡൈജസ്റ്റ് ആകാനുള്ള ടൈം പോലും ആകാത്തോണ്ട് തിരിച്ചറിയാത്ത, ഇന്നും ദാഹിക്കുന്ന മനുഷ്യൻ എന്റെ ഇടം വലം നടന്നു പോകുന്നുണ്ട് അറിയാത്തോണ്ട്. ഇന്ന് ആവശ്യബോധത്തോടെ എന്നെ നോക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് ചുറ്റുമുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാത്തോണ്ടാ. ആവശ്യബോധത്തോടെ എന്നെ നോക്കുന്ന
മനുഷ്യൻ എന്റെ മുമ്പിലുണ്ട്. ചിലപ്പോ നിങ്ങൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ലിഫ്റ്റ് ചോദിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കും മുന്നിൽ. അവന്റെ കണ്ണിലേക്കൊന്ന് ശരിക്കും നോക്കിക്കേ. ഒന്ന് കൈ കാണിക്കാൻ അവര് നാണക്കേടായിരിക്കും. ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ, എന്നെ കൂടെ ഒന്ന് പിക്ക് ചെയ്തെങ്കിൽ, ഇന്ന സ്ഥലം വരെ ഒന്ന് ആക്കിയേ എന്ന് ചിന്തിക്കുന്ന ഒരു കണ്ണ് അവനുണ്ടാകും. എന്നെ കൂടെ നിർത്താൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ നിർത്താറുണ്ട്. ചില സമയം കയറ്റാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ പോകാറുണ്ട്. അത് തീരെ പറ്റാത്തൊരവസ്ഥയാണ്. രണ്ടും പറയണോ? രണ്ടും പറഞ്ഞില്ലെങ്കിൽ അത് പാകമായി. രണ്ടും പറയണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കാരണവശാലും എനിക്ക് ആ ലൊക്കേഷനിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും, രണ്ട്, ആ ലൊക്കേഷനിൽ വേറെ കാര്യമുള്ളതുകൊണ്ടല്ല, എനിക്ക് ആ സ്ഥലത്ത് എനിക്ക് അത്ര എമർജൻസി ആയിട്ട് ഞാൻ പോകുന്നുള്ളതുകൊണ്ട്. രണ്ട്, അവൻ കൈ കാണിക്കുന്ന സ്ഥലം ഞാൻ പറയും, പക്ഷെ പറഞ്ഞേ പോകത്തുള്ളൂ. മോനെ, ഞാൻ ഈ വളവ് കഴിയുന്നവരെ ഞാനുള്ളൂ എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. പറയാൻ പറ്റി ഹെൽമെറ്റ് മാസ്ക് വെച്ചേക്കുമല്ലേ, പറയാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ആക്ഷൻ എങ്കിലും ഇവിടെ വരെ കാണിച്ചിട്ട് പോവാം. ആവശ്യബോധത്തോടെ നിൽക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റിനുമുണ്ട്, സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷ വേലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പണം വേണം. ഏറ്റവും നല്ലൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ, ഏറ്റവും നല്ല ഓൾഡ് ഏജ് ഹോം ഉണ്ടാക്കുക, ഏറ്റവും നല്ല ഭവനങ്ങൾ വെച്ച്, ചോർന്നൊലിക്കാത്ത ഭവനങ്ങൾ വെച്ചു കൊടുക്കുക, മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ. ഇതൊക്കെ നമ്മെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന കർത്തവ്യങ്ങളാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചേക്കുന്ന കർത്തവ്യങ്ങൾ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മിനി സിസ്റ്ററോട് ആ കാര്യങ്ങൾ പറയാനിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാർ നമ്മൾ പറഞ്ഞു വന്ന ഇതായിരുന്നു, ഇന്ന് ഞാൻ കൂട്ടി വെച്ച് നാളെ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും. നാളെ അത് നാളെ. ഇന്നും ഇപ്പോഴും മാത്രമേ ഉള്ളൂ എന്റെ പ്രസന്റ് ലൈഫ്. ഇന്നും ഇപ്പോഴും മാത്രമേ ഉള്ളൂ എന്റെ പ്രസന്റ് ലൈഫ്. സമയത്തിന് മുമ്പോട്ട് പോയി. ഞാൻ പറയുന്നതിന്റെ സാരം, ഈ ടീം പൂർണ്ണമാണോ? ഈ ടീം പൂർണ്ണമല്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ട് കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ. ഈ ടീം പൂർണ്ണമല്ല. നാഥനില്ലാത്ത ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസ്, ഗലീലയിലെ കാനായിലെ നഥനയെ, സെബദി മക്കൾ, അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടു. ഈ ടീം പൂർണ്ണമല്ല. ഈ ടീം പൂർണ്ണമല്ല. ഈ ടീം പൂർണ്ണമായിരുന്നു. ഇപ്പൊ ഈ ടീം പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള 7 പേർ പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള 3 പേർ പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള 4 പേർ പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള 2 പേർ പൂർണ്ണമല്ല. നിങ്ങളുടെ വീട്ടിൽ മനുഷ്യരായി 2 പേരാണോ ഉള്ളത്? 3 പേരെന്ന് പറയാൻ കഴിഞ്ഞാൽ പൂർണ്ണ. നിങ്ങളുടെ വീട്ടിൽ 5 പേരാണോ ഉള്ളത്? 6 പേരെന്ന് പറയാൻ കഴിഞ്ഞാൽ പൂർണ്ണ. ഈ 6-മനും 3-മനും യേശു ക്രിസ്തു ആയിരുന്ന. യേശു ക്രിസ്തു ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ഇല്ലാത്ത ജീവിതം അപൂർണമാണ്. യേശു ഇല്ലാത്ത സ്നേഹം വ്യാജമാണ്. യേശു ഇല്ലാത്ത വാക്കുകൾ പൊള്ളയാണ്. യേശു ഇല്ലാത്ത യാത്രകൾ പരാജയമാണ്. യേശു ഇല്ലാത്ത സംരംഭങ്ങൾ ഫെയിലുവറാണ്, നഷ്ടമാണ്. എന്നാൽ യേശുവിനോട് കൂടെ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ 1000 ദിവസം യേശു ഇല്ലാതെ നിങ്ങൾക്കുണ്ടാക്കിയ ലാഭത്തെക്കാൾ, നിങ്ങൾക്ക് വന്ന നന്മകളെക്കാൾ ഏറിയ അനുഭവങ്ങളായിരിക്കും യേശുവിനോട് കൂടെയുള്ള ഒരു ദിവസം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവ്, നല്ല നിമിഷത്തിനായി നന്ദി പറഞ്ഞു. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായും കേട്ട വചനത്തിനായും സ്തോത്രം. ഈ വചനത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ, ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണം. യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അധികമായി ഞങ്ങളുടെ ഉള്ളിൽ പകർത്തണം. ഞങ്ങളെ ശക്തീകരിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരും. അങ്ങേ അനുസരിക്കാൻ, അങ്ങേ സ്നേഹിക്കും. അങ്ങ് ഞങ്ങളുടെ ചുറ്റിനും ആക്കിയിരിക്കുന്ന ജനത്തെ ബഹുമാനി ഞങ്ങളെ പഠിപ്പിക്കണം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യണം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു പപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തൊരു ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ വിട പറയുന്നു.